ഭയങ്കര ക്യൂട്ടാണ്, ലവബിളാണ്, ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ബിജേട്ടിനെ പോലെ ഒരാളാണെങ്കിൽ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ അധികം പണിയെടുക്കണ്ട. കാരണം ഓൾറെഡി ബിജേട്ടൻ അങ്ങനെ ആണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. ചില ഏരിയ നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ എഡീസിനെ വെച്ചിട്ട് തന്നെ. കാരണം ഈ നേരത്തെ പറഞ്ഞതാണ്, ഈ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ തന്നെ കുറച്ചധികം സീൻ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റിപ്പീറ്റേഷൻ വരരുത്, ബോറടിക്കരുത്. അതുകൊണ്ട് നമ്മൾ എഡീസ് എല്ലാവരും ചേർന്നിട്ട് കുറേ ഏരിയ പ്രീ ഷൂട്ട് ചെയ്തിരുന്നു. ശരിക്കും ഇപ്പോൾ എൻ്റെ അടുത്തൊരു പടം കണ്ടിട്ട് ഒരാളൊരു കമൻറ്റ് വന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുരാജിനെയും ബിജു മേനോനെയും സംവിധായകൻ പറ്റിച്ചു. അത് നല്ലൊരു സെൻസിൽ പറഞ്ഞ അതിൻ്റെ കാരണം ഞാൻ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഡിസ്കഷൻ പോയിന്റെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു പോയിന്റ്, ശരിക്കും ഇത് അജിത് ഏട്ടൻ്റെയും ഉണ്ണിയുടെയും ഫ്രിക്ഷനിലൂടെ നമ്മൾ ലിജോമോൾ ധന്യയുടെ സിനിമയാണ് സംസാരിക്കുന്നത്. ഇപ്പം കോളനി എപ്പിസോഡിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും പോലീസ് സ്റ്റേഷനാണെങ്കിലും നമ്മൾ കൂട്ടത്തിൽ ഒരാൾ കാണുന്നത് പോലെ വർക്ക് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. ഒരു ഐ വിറ്റ്നസിനെ പോലെ. ശരിക്കും നമ്മൾ ക്യാമറ ഒരിക്കലും അങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് അത് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇടുക്കി കൊണ്ടായിരിക്കും അത്. എനിക്ക് ഇപ്പം ഞാൻ ആഷിഖിൻ്റെ അടുത്ത് ഒരിക്കൽ പറയുകയും ചെയ്തു, ചേട്ടാ ഒരിക്കൽ ഞാനത് റീമേക്ക് ചെയ്തു എന്നുവെച്ചാൽ അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണ്. ആഷിഖേട്ടനും ആഗ്രഹമുണ്ട് അത് ഇനി ഒന്നുകൂടെ ചെയ്യണമെന്ന്. ഞങ്ങൾ പേഴ്സണൽ ടോക്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ദ ക്യൂ ഷോ ടൈമിൽ വിഷ്ണു നാരായൺ, വെൽക്കം. ഹായ്. ഈ നടന്ന സംഭവം കണ്ടപ്പോഴും കണ്ടതിന് ശേഷം സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ചോദിക്കണം തോന്നുന്നത്, ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കോർ എലമെൻറ്റിനെ പറ്റിയാണ്. ഇത് ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ആവണല്ലോ. ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവാം, സപ്പോർട്ട് ചെയ്യാത്ത ആളുണ്ടാവാം. അപ്പോൾ ഈ നേരത്തെ തന്നെ പ്രീവിയസ് ഈ പറഞ്ഞ പ്രീ റിലീസ് ഇൻ്റർവ്യൂസ് സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചുറ്റുള്ള ഒരുപാട് ആളുകൾ ഈ സിനിമയിൽ വന്ന് പോകുന്നുണ്ടെന്നറിയാം. തിയേറ്ററിൽ ഇവർ ഇത് മുഷിപ്പിക്കാതെ ഇവരെ തന്നെയാണ് പോക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ തന്നെയാണ് പോക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആകണം, നിങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾ മാറുന്നതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വളരെ സെൻസിറ്റീവായൊരു സബ്ജക്റ്റോടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഒരു ലെയർ അങ്ങനെ തന്നെയാണ്. ഈ ഐഡിയ ഫസ്റ്റ് വരുന്നതും അവിടെ നിന്നൊരു സിനിമാറ്റിക് ഫൈനൽ ഔട്ടിലോട്ട് വരുന്നവരെ ഈ സബ്ജക്റ്റിന് എത്രമാത്രം ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്? അല്ല, നമ്മൾ ഒരു ഐഡിയ കേൾക്കുമ്പോൾ തന്നെ അതുണ്ട്. അതിനെ സെൻറ്റർ ചെയ്തിട്ടാണ് നമ്മുടെ ചുറ്റും നടന്ന കുറേ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇൻസിഡൻസും എല്ലാം കോർത്തിറക്കിയിട്ടാണ് ഇത് രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ വിഷയം പറയേണ്ടതാണെന്നും അത് നമ്മൾ അതിഗൗരവമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ അത് എത്രത്തോളം ആൾക്കാർക്ക് കണക്റ്റ് ആവും എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒരു രസച്ചറിൽ ചേർത്ത് കൃത്യം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് തന്നെയായിരുന്നു ആദ്യം തൊട്ടേ ഉള്ളൊരു ധാരണ. പിന്നീടാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രോസസ്സിലൂടെയാണ് അത് ഡീറ്റെയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ ക്യാരക്ടറും അജിത്തേട്ടനാണെങ്കിലും ഉണ്ണിയേട്ടനാണെങ്കിലും എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇത് ശരിക്കും ഈ നമ്മളൊരു പർട്ടിക്കുലർ വിഷയം എടുത്തിട്ട് സിനിമയാക്കിയതല്ല. ഈ നടന്ന സംഭവം നമ്മൾ ടൈറ്റിലിട്ടു, ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് ശരിക്കും നടന്നതാണോ. അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ടല്ല നമ്മൾ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ അറിയാം. ഇപ്പോൾ സുധിയുടെ ക്യാരക്ടേഴ്സിനെ അറിയാം, എല്ലാവരെയും നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ ഇൻസിഡൻറ്റ് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രൂപപ്പെടുത്തി എടുത്തതാണ്. ശരിക്കും ഇതൊരു സ്റ്റോറി ലൈൻ അല്ലല്ലോ. ഇൻസിഡന്റ് ബേസ്ഡും കൂടി അല്ല. നമ്മളൊരു സ്പേസ് പരിചയപ്പെടുത്തുന്നു, ആ സ്പേസിൽ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നു, മീൻസ് ഒരു റൂമർ ഉണ്ടാവും. ആ റൂമർ വളരുന്നു. സ്വാഭാവികമായിട്ടും ആ റൂമർ വളരുന്നതിലൂടെ ക്യാരക്ടേഴ്സ് വളരുകയാണ്. പിന്നെ അത് എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നു, അതിന്റെ ഇൻബിറ്റ്വീനിൽ ശരിക്കും നടന്ന സംഭവം എന്ന് പറയുന്നതാണ് ഈ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ വിഷയം എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. എല്ലായിടത്തും നടക്കുന്ന സംഭവം തന്നെയാണ് സിനിമയും പറഞ്ഞു പോകുന്നത്. ഈ മറഡോണ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ പറഞ്ഞ ഫ്ലാറ്റ് എന്നുള്ളത് ഈ പറഞ്ഞ വളരെ കൺസ്ട്രെയിൻ സ്പേസ് ആണ്. ഇവിടെ ഈ പറഞ്ഞ വില്ലകളിലുള്ള ഈ രണ്ടിലും കൺസ്ട്രെയിൻ സ്പേസ് ചെയ്തിട്ടാണ് സിനിമ വർക്ക് ചെയ്യുന്നത്. സിനിമയുടെ ഭൂരിഭാഗം അവിടെ തന്നെയാണ്. ഈ വിഷ്വൽ ആണല്ലോ നമ്മൾ ലോക്ക് ചെയ്യുന്നത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ. ഇതിൽ നമുക്കൊരു മുഷിപ്പ് വരാൻ പാടില്ല. അത് എനിക്ക് തോന്നുന്നു ഇത്രയും സ്പേസുകളാകുമ്പോൾ അവിടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തന്നെയായിരിക്കും. നമ്മളെ മുഷിപ്പിക്കാതെ വിഷ്വൽ ഗ്രാമറിൽ ഒതുക്കാന്നുള്ളത്. എന്താ ഈ കൺസ്ട്രെയിൻ സ്പേസിനോട് ഇത്ര ഇഷ്ടം? ശരിക്കും അത് മനഃപൂർവ്വം ചെയ്തതല്ല. ഇപ്പം മറഡോണ ചെയ്തപ്പോൾ അതൊരു ഫ്ലാറ്റിൽ നടക്കുന്ന ഒരാൾ ഒരു വിഷയമുണ്ടായിട്ട് അവിടെ വരുന്നു, അങ്ങനെയാണ്. ശരിക്കും ഞാൻ ഇതിന് മുമ്പ് ചെയ്യേണ്ട പടം വേറൊന്നായിരുന്നു. ഇപ്പോൾ ബീച്ചേട്ടനായിട്ട് സിനിമ സംസാരിച്ചിരുന്നു മറഡോണ കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആവുകയും നമുക്ക് ചെയ്യാം. പക്ഷേ അത് കുറച്ച് വലിയ സിനിമയായിരുന്നു. അപ്പോൾ അത് പ്രാക്ടിക്കലി കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്യുകയും 2 ഹീറോ സബ്ജക്റ്റാണ്. അപ്പോൾ കോവിഡും കാര്യങ്ങളൊക്കെ വന്നു. പിന്നെ അത് പതുക്കെ അപ്പം ബിജേട്ടനും പറഞ്ഞടാ നമുക്കൊന്ന് മാറ്റി പിടിക്കാം. കാരണം കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ സിനിമ മൊത്തം ഒന്ന് മാറിയല്ലോ. നമ്മുടെ കാഴ്ചകളും എല്ലാം. പിന്നെ ഇത്ര OTT വരുന്നു, അവർ പുറത്തുള്ള സീരീസ് കാണുന്നു,
അപ്പം നമുക്കും പുതിയതായിട്ട് എന്തെങ്കിലും ഒരു നമ്മൾ കണ്ടതും എല്ലാം നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതും വെച്ചിട്ട് അങ്ങനെയാണ് ഈ ഒരു കഥ. അപ്പോൾ അന്നേ ബിജുചേട്ടൻ പറഞ്ഞു ചെറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടിക്കാം. അങ്ങനെ ഈ കഥ എന്നിലേക്ക് വരികയും ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ആ ഒരു കോർ എലമെൻറ്റും അത് പറഞ്ഞിട്ടുള്ള ഒരു രസച്ചരട് പൊട്ടാതെ പറയാൻ പറ്റുന്നുള്ളൊരു ജനത്തിന് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നൊരു കോൺഫിഡൻസ് കിട്ടി. അങ്ങനെ ഇമ്മീഡിയറ്റ് ബിജുചേട്ടൻ്റെ അടുത്ത് പറയുന്നു, ബിജുചേട്ടൻ ഓക്കെ പറയുന്നു. അങ്ങനെയാണിത് പെട്ടെന്ന് തന്നെ സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ നടൻ സംഭവം കാണുമ്പോഴേ മുന്നേ നമ്മളിപ്പോൾ ഒരു റെസിഡൻഷ്യൽ കോളനി അല്ലെങ്കിൽ ഒരു ഏരിയ സിനിമകളുടെ ഭാഗമാകുമ്പോൾ സിനിമ എനിക്ക് തോന്നുന്നു തുടങ്ങിയൊരു ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ നമ്മൾ ഓഡിയൻസ് ഇത് ഭയങ്കര പരിചിതവും. ഷോർട്ട് വിളിക്കുന്ന ഈ വഴികൾ ഏതൊക്കെയാണ്, ആളുകൾ എവിടെയൊക്കെയാണ്, ജോഗ്രഫി ഭയങ്കര ഈസി നമുക്ക് കണക്ട് ആവും. ഇപ്പോൾ ഹരിഹർ നഗറിലാവട്ടെ, അയലത്തെ അദ്ദേഹം, ഇവിടെ എല്ലാം നമുക്ക് ഭയങ്കര കണക്ട് ആവുന്നത് അങ്ങനെയാണല്ലോ. നടൻ സംഭവം കാണുമ്പോഴും ഈ ഒരു ഫോർമുല ഇതിലുണ്ട്. ഇവരെ വണ്ടി പോകുന്നത്, ഈ അജിത്തേട്ടന്റെ POV കാണുന്ന കാഴ്ചയും ഉണ്ണിയേട്ടൻ POV ഒക്കെ നമുക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ ഈ പറഞ്ഞ പേപ്പർ ടു ഈ പറഞ്ഞ ഷൂട്ടിംഗ് മൊമെന്റിലോട്ട് വരുന്നതിന് മുന്നേ ഈ ഒരു ഡിസൈൻ, ജിയോഗ്രഫിക്കൽ ഡിസൈൻ, ഷോർട്ട് ഡിവിഷനിൽ ഇത് ഇങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഫ്രം ദി ബിഗിനിങ് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വരുന്നതാണോ അതോ സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ ആണോ, ഇങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ? രണ്ടും ഉണ്ട്. കാരണം നമ്മളൊരു സ്ക്രിപ്റ്റ്, ആദ്യം ഒരു സ്റ്റോറിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്, പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുത്തിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഡിസ്കഷൻ നടക്കും. അങ്ങനെ സ്വാഭാവികമായിട്ടും അത് എൻ്റേതായ രീതിയിൽ അത് രൂപപ്പെട്ട് വരുമല്ലോ. ആ വരുമ്പോൾ തന്നെ നമുക്ക് ചില ഏരിയ നമുക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നും. മീൻസ് ഇപ്പം ഞാൻ ചില ഏരിയ നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ADs-നെ വെച്ചിട്ട് തന്നെ. കാരണം ഈ നേരത്തെ പറഞ്ഞതാണ്, ഈ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ തന്നെ കുറച്ചധികം സീൻ നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റിപ്പീറ്റേഷൻ വരരുത്, ബോറടിക്കരുത്. അതുകൊണ്ട് നമ്മൾ ADs എല്ലാവരും ചേർന്നിട്ട് കുറേ ഏരിയ പ്രീ ഷൂട്ട് ചെയ്തിരുന്നു. കോളനി എനിക്ക് അങ്ങനെ ഒരു നമുക്കത് വിചാരിച്ച പോലെ തന്നെയൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ സ്വാഭാവികമായിട്ടും ഇംപ്രൈസേഷൻ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി ചെയ്താലോ, അങ്ങനെയെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലാണ് ശരിക്കും ഞാൻ പെട്ടത്. കാരണം വേറൊന്നുമല്ല, അതൊരു ലിമിറ്റഡ് സ്പേസ് ആണ്. കോളനി ആകുമ്പോൾ 4 വീടാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, മറ്റേത് ഒറ്റ ബിൽഡിംഗ് ആണ്. അപ്പം ഇത്രയും ക്യാരക്ടേഴ്സ് നിൽക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ പ്രീ ഷൂട്ട് ചെയ്തു. എക്സ്റ്റീരിയറേ ഉള്ളൂ. അത് മാത്രമല്ല, നമുക്ക് ഈ സിനിമ കണ്ടപ്പോൾ അറിയാൻ പറ്റും ചില കാര്യങ്ങൾ കേൾക്കണം, ചില കാര്യങ്ങൾ കേൾക്കരുത്. ഇതിൻ്റെ കൊറിയോഗ്രാഫി കുറച്ച് ടഫായിരുന്നു. കാരണം അത് സിനിമ കാണുമ്പോൾ ഇപ്പോൾ ഒന്നും മനസ്സിലാവില്ല. ശരിക്കും ഈ ക്യാരക്ടർ ഇവിടെ നിൽക്കുന്നുണ്ട്, ആ ക്യാരക്ടർ അവിടെ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുധിയുടെ ആവാം, അല്ലെങ്കിൽ ജോണി ചേട്ടൻ്റെ ക്യാരക്ടർ ആവാം. പക്ഷെ ചിലത് ഇവിടെ കേൾക്കണം, ചിലത് കേൾക്കരുത്. അപ്പോൾ ഇവരെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫായിരുന്നു. അത് നമ്മൾ കൃത്യമായിട്ട് പ്രീ ഷൂട്ട് ചെയ്തിട്ടാണ്. കാരണം നമുക്കും അറിയാം, ഇത് ചില ആൾക്കാർ മീറ്റ് ചെയ്താൽ ചില പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവും. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് ശരിക്കും ഇവർ തമ്മിൽ കൂട്ടിമുട്ടിയത് ചില പോയിന്റിൽ നമ്മൾ പെട്ടുപോകും. അപ്പൊ അത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ രസമായിരുന്നു. ഈ നേരത്തെ പറഞ്ഞല്ലോ ബിജുചേട്ടനായിട്ട് ആദ്യം ഒരു മൾട്ടിപ്പിൾ ഹീറോ സബ്ജക്റ്റ് പ്ലാൻ ചെയ്യുന്നുള്ളത്. ഇതിൽ വരുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഈ പറഞ്ഞ പോസ്റ്ററിൽ നമുക്കൊരു കൗതുകം വരുന്നുണ്ട്. ഈ CCTV അത് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ടീസർ ട്രെയിലറൊക്കെ വരുമ്പോഴത്തേക്കും ബിജു മേനോൻ, സുരാജ് വെഞ്ഞാറമൂടി, ഇവർ രണ്ടുപേരും ഈ എന്താ പറയുക ഗ്രോൺ അപ്പ് മെൻ ഈഗോ പരിപാടികൾ ഒരുപാട് ചെയ്തിരിക്കുകയാണ്. നമ്മളും ആദ്യം നമ്മുടെ ഒരു ഫസ്റ്റ് തോട്ടിലും ഓക്കെ ഇത് നെക്സ്റ്റ് ഒരു ഈഗോ ക്ലാഷ് ആയിരിക്കാം അവിടെ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ പ്രേക്ഷകർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഇത് കണ്ട് ഇതിന്റെ ഹൈ ഉണ്ട്, ഇവർക്ക് ഇത് കാണണം. അങ്ങനെ ഇവിടുത്തെ ഒരു ഓഡിയൻസ് സ്വഭാവം കൂടെ മാറുന്നുണ്ടല്ലോ. നടൻ സംഭവം ചെയ്യുമ്പോൾ ഇതിന്റെ കോർ സബ്ജക്റ്റ് പരിപാടികളെല്ലാം സെറ്റ് ചെയ്യുന്നു. അതിനൊപ്പം തന്നെ ഈ ഡയറക്ടർ നിർബന്ധിതനാവുന്നുണ്ട് എവിടെയെങ്കിലും ഈ പറഞ്ഞ ഈഗോ പരിപാടികൾ കുറച്ച് വർക്കൗട്ട് ചെയ്യണം, പ്രേക്ഷകർ കൊടുക്കണം. അങ്ങനെയാണോ അത് ഓർഗാനിക്കായിട്ട് സംഭവിക്കുന്നത്? ഓർഗാനിക്കായിട്ട് സംഭവിച്ചാണ്. കാരണം നമുക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇത് ഇവര് തമ്മിലുള്ള ഈഗോയ്ക്ക് അപ്പുറത്ത് ശരിക്കും ഇപ്പം എൻ്റെ അടുത്തൊരു പടം കണ്ടിട്ട് ഒരാളൊരു കമൻറ്റ് പറഞ്ഞു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സുരാജിനെയും ബിജു മേനോനെയും സംവിധായകൻ പറ്റിച്ചു എന്ന്. അത് നല്ലൊരു സെൻസിൽ പറഞ്ഞ അതിൻ്റെ കാരണം ഞാൻ സുഹൃത്തുക്കൾ നമ്മൾ ഈ ഡിസ്കഷൻ പോയിന്റെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു പോയിന്റ്, ശരിക്കും ഇത് അജിത്തേട്ടൻ്റെയും ഉണ്ണിയുടെയും ഫ്രിക്ഷനിലൂടെ നമ്മൾ ലിജോ മോൾ ധന്യയുടെ സിനിമയാണ് സംസാരിക്കുന്നത്. അപ്പം ശരിക്കും അദ്ദേഹം പറഞ്ഞ കമൻറ്റ് കറക്റ്റാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഇപ്പം ലിജോ മോളുടെ ഒരു ഡിസിഷനാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ കമൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഇവരുടെ ഫ്രിക്ഷൻ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി കുറച്ച് ഈഗോ പിടിച്ചേക്കാം. കുറെ വർക്കൗട്ട് ആയിട്ടുണ്ട് ചില സിനിമകളിൽ, അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ ചോദിക്കാനുള്ളത്, ഇവര് വീണ്ടും വരുമ്പോഴേ ഈ അജിത്തേട്ടൻ ഉണ്ണിയേട്ടൻ കോൺഫ്ലിക്ട് വരുന്ന സമയത്ത് ആളുകൾ ഒരു പോയിന്റ് വരെ ജഡ്ജ്മെന്റിലായിരിക്കും.
ഇപ്പൊ അടിപൊട്ടാം അല്ലെങ്കിൽ ഇപ്പോൾ സംസാരിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അതിനെ തരണം ചെയ്യാന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ പേപ്പറിൽ വരുന്നതിനെ മേക്കിങ്ങിലൂടെ ഇതിനെ മാറ്റിയെടുക്കണല്ലോ. അത് ശരിക്കും എങ്ങനെ ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. ആളുകള് പ്രതീക്ഷിച്ചിടത്ത് അവർ കൊടുക്കാതെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക. ഉറപ്പായിട്ടും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു സ്റ്റോറി ലൈനിനപ്പുറത്ത് ഇതൊരു ഞാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ്. നമ്മൾ ആ സ്പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഉണ്ണിയേട്ടനെ ശരിക്കും സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു ഫാമിലിയെ കാണിക്കും. അജിത്ത് ഏട്ടൻ്റെ പ്രൊലോഗ് സീനുണ്ട്, അവിടാണ് നമ്മൾ ടൈറ്റിൽ പ്ലേസ് ചെയ്യുന്നത്. ഇത് പല വീടുകളിലും നടക്കാൻ സാധ്യതയുള്ള അങ്ങനെ ചിന്തിച്ചിട്ട് തന്നെയാണ് അവിടെ പ്ലേസ് ചെയ്തത്. പിന്നെയാണ് നമ്മൾ ഉണ്ണിയേട്ടൻ്റെ ഫാമിലിയെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാമിലിയെ കാണിച്ച് തന്നെ തുടങ്ങുന്നതിൻ്റെ റീസൺ ഒന്നുകിൽ ഇങ്ങനെ ആകാം, ഒന്നുകിൽ ഇങ്ങനെ ആകാം, ഇൻ ബിറ്റ്വീനിലൊക്കെ സംഭവിക്കാം. അത് രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈവൻ ഇപ്പോൾ കണ്ടിട്ട് പറയുന്നുണ്ട്, നമ്മൾ അതിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതിപ്പം സുരാജേട്ടൻ്റെ വീട് ശ്രദ്ധിച്ചറിയാം, മൊത്തത്തിൽ രാജാപ്പാട്ട് സ്വഭാവമുണ്ട്. കർട്ടൻ ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും ഈവൻ ലൈറ്റ്സ് ആണെങ്കിലും സെയിം ടൈം ഉണ്ണിയേട്ടൻ്റെ ഫോട്ടോ ആണെങ്കിലും. അപ്പൊ ആ ഇപ്പുറത്തെ ഉണ്ണിയേട്ടൻ്റെ ആകുമ്പോൾ കുറച്ചുകൂടെ എലഗൻ, ഭയങ്കര ക്ലാസി, ആ ഒരു രണ്ടുപേരുടെ ചിന്താഗതി തന്നെ നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ഫാമിലിയെ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും ശ്രുതി വഴി ഇഷ്യൂലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് അത് വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ, ഈ കാസ്റ്റിങ്ങിന്റെ ഒരു ഫൈനൽ കോൾ എന്നുള്ളത് വന്നപ്പോൾ ശ്രുതി ചെയ്യുന്ന ക്യാരക്ടറിനോട് നമുക്ക് ഉറപ്പായിട്ടും ദേഷ്യം തോന്നണം. അയാളെ ഈ പറഞ്ഞ എന്താ ലാലുലക്സ് അടിക്കുന്നതിന് മുന്നേ നമുക്ക് അടിക്കണമെന്നുണ്ട്. ആ തോന്നൽ നമുക്ക് ആദ്യം വരണം. ഇപ്പൊ സുരാജ് ചേട്ടൻ, ബിജു ചേട്ടൻ, ലിജോ മോള്, ശ്രുതി, ഇവരെല്ലാം നമുക്കും കൂടെ അറിയുന്നവരായാലാണല്ലോ നമുക്കിതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻ ആദ്യമേ കിട്ടുന്നുള്ളൂ. ഈ കാസ്റ്റിംഗ് ശരിക്കും എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഫൈനൽ? ബിജുചേട്ടനെയും മനസ്സിലായി. ബിജുചേട്ടനെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ, കാരണം ഭയങ്കര ക്യൂട്ടാണ്, ലവബിളാണ്, ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ ബിജുചേട്ടനെ പോലെ ഒരാളാണെങ്കിൽ ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ അധികം പണിയെടുക്കണ്ട. കാരണം ഓൾറെഡി ബിജുചേട്ടൻ അങ്ങനെ ആണെന്നൊരു തോന്നൽ നമുക്കുണ്ട്. സോ അത് പെട്ടെന്ന് വർക്കായി. പിന്നെ സുരാജേട്ടൻ്റെ ക്യാരക്ടറിന് നമ്മൾ കുറച്ചധികം ആലോചനകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ഏരിയ ഭയങ്കര സട്ടിലായിട്ട് ചെയ്ത് പോകണം. എന്നാൽ ബിജുചേട്ടൻ്റെ ഓപ്പോസിറ്റ് ഈ നേരത്തെ പറഞ്ഞ എന്ത് സംഭവിക്കും എന്നൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടർ വരണം, അവിടെ ഒരു ആർട്ടിസ്റ്റ് വരണം. ഇപ്പം നമ്മൾ അല്ലാതെ ഒരാളെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്താണ് വിജയം എന്ന് ഉറപ്പിക്കാൻ പറ്റും. പക്ഷേ സുരാജേട്ടനെ പോലെ ഒരാൾ അവിടെ വരുമ്പോൾ നമുക്ക് ഈ നേരത്തെ പറഞ്ഞൊരു എന്താണ്, എങ്ങോട്ടാണ് ഇനി വണ്ടി ഓടുക അല്ലെങ്കിൽ ചായുക എന്നൊരു കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഗംഭീരമായിട്ട് സുരാജേട്ടൻ ആ ഏരിയ ഇത്രയും ഒരു ഗ്രേ പരിപാടി അങ്ങനെ ചെയ്യാറില്ലല്ലോ. അതെ അതെ. ഈ വിഷ്ണുവിന്റെ ശരിക്കും ഈ പറഞ്ഞ സിനിമാ പരിപാടികളൊക്കെ തുടങ്ങുന്നത് എപ്പോഴാണ്? നീലാകാശ് അല്ല 22FK ആയിരുന്നല്ലേ? അല്ല, ഞാൻ ശരിക്കും യൂണിവേഴ്സിറ്റി കോളേജിൽ PG ട്രിവാൻഡ്രത്ത് വീട്ടിൽ നിന്ന് ചാടാൻ വേണ്ടി പേരുണ്ടാക്കി ചാടിയതാണ്. PG കംപ്ലീറ്റ് ചെയ്തില്ല. അവിടെ നിന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ ചെറിയ സിനിമകൾ, ചിൽഡ്രൻസ് മൂവീസൊക്കെ ചെയ്തിട്ട് 22 ഫീമെയിലാണ് ആഷിഖേട്ടൻ്റെ അടുത്ത് വരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഡാ തടിയ, ഇടുക്കി ഗോൾഡ്, ഗ്യാങ്സ്റ്റർ, റാണി പത്മിനി എല്ലാം ചെയ്തു. ഇതിനിടയ്ക്ക് സമീറേട്ടൻ്റെ കൂടെ നീലാകാശം, ടമാർ പടാർ ചെയ്തു. അതിനുശേഷമാണ് മഹേഷാണ് ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത്, ചീഫായിട്ട് വർക്ക് ചെയ്യുന്ന ലാസ്റ്റ് പടം. പോത്തനെ ഞങ്ങൾ പോത്തൻ ചീഫ്, ഞാൻ അസോസിയേറ്റ് അങ്ങനെ ആയിരുന്നു. റാണി പത്മിനി വന്നപ്പോൾ പോത്തൻ പൂർണ്ണമായിട്ടും അഭിനയിക്കുകയും, കാരണം മഹേഷിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. മഹേഷാണ് ലാസ്റ്റ് വർക്ക് ചെയ്യുന്നത്. എവിടെ ശരിക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമയോട് ഈ കമ്പെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഒരു പോസ്റ്റർ ആയിരിക്കാം, പണ്ട് കണ്ട പാട്ടായിരിക്കാം, വലിയ സ്ക്രീൻ ആയിരിക്കാം, ലൈറ്റ് ആയിരിക്കാം. വിഷ്ണുവിന് എന്താ ശരിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എനിക്ക് പറയാൻ അറിയുന്നില്ല. നമ്മൾ നാടകം ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ 5ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഞാൻ തന്നെ എഴുതി. അത് ചുമ്മാ അറിയാലോ, ഫ്രണ്ട്സ് എല്ലാവരോടൊക്കെ. അങ്ങനെ ഞാൻ പക്ഷേ ഡിഗ്രി വരെ നാടകങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം നാട്ടിലും ഉത്സവത്തിനും ഓണത്തിനും ഒക്കെ മറ്റേ അമച്ചർ നാടകങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പതിയെ വന്നു. പിന്നെ ഈ പറഞ്ഞ ഏതൊരു പോയിന്റിൽ സിനിമ നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ പിന്നെ ആ ഒരു ഇഷ്ടത്തിന്റെ പിന്നാലെ ഇറങ്ങി. ഈ നടന്ന സംഭവം വരെയുള്ള ജേണിയിലെ ഈ ഫസ്റ്റ് ഡേ 22 ഫീമെയിൽ കോട്ടയം ലൊക്കേഷനിലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോട്ട് എന്തായിരുന്നു പരിപാടി അന്ന് അവിടെ ഓർമ്മയുണ്ടോ? എനിക്ക് എന്നെ വിളിക്കുന്നത് പോത്തനെ, എനിക്ക് നേരത്തെ അതിന് മുമ്പ് ഒരു പടം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അവൻ എന്ന് പറഞ്ഞിട്ട് വിജയേശ്വാസും ബാലയൊക്കെ ചെയ്ത്. അന്ന് പോത്തൻ അസോസിയേറ്റാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പോത്തനെ ആദ്യം പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് 22 ഫീമെയിൽ വരുമ്പം നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളൊരു മെയിൻ സ്ട്രീം സിനിമയിൽ ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്യണം, അങ്ങനെ ഭീകരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്നു,
ഇപ്പൊ ജിജു ആന്റണി ഉണ്ടായിരുന്നു, നമ്മുടെ അടിത്തട്ട്. അപ്പൊ അവൻ അതിൽ നിന്നൊന്ന് മാറി, അവൻ അടുത്ത പടം ചെയ്യാന്ന് ഞാൻ പറഞ്ഞാ എന്നെ ഒന്ന് കയറ്റി വിട് എന്നുള്ള രീതിയിൽ അവനും സംസാരിച്ചു, പോത്തണ്ണനും സംസാരിച്ചു. അങ്ങനെ എനിക്ക് ശരിക്കും ഞാനിത് ടി വിയിൽ കാണുന്നുണ്ട്, നമ്മുടെ ഷൂട്ട് ആൻഡ് ഷോ ഇല്ലേ, അതിൽ ഞാൻ കാണുന്നുണ്ട് ഇതിന്റെ പൂജ. എനിക്ക് തോന്നുന്നു ഒരു വിഷുവിന്റെ എന്നാണ് പൂജ 22 ഫീമെയിലിന്റെ. അപ്പൊ നമ്മൾ ആലോചിക്കുകയും ചെയ്യും, നമ്മൾ ഇതുപോലത്തെ ഒരു പടത്തിൽ എന്നാ വർക്ക് ചെയ്യാം. പക്ഷെ എനിക്കൊരു 4 ദിവസം കഴിഞ്ഞ് കോള് വന്ന് പോത്തണ്ണനും വിളിച്ചു, ജിജോയും വിളിച്ചു. അന്ന് ഞാൻ ചെന്നൈയിലാണ്, ശരിക്കും മറഡോണയുടെ എഴുത്ത് കിടക്കുകയാണ്. കാരണം മറഡോണയുടെ റൈറ്റർ കൃഷ്ണമൂർത്തി ചെന്നൈയിൽ ഒന്ന് വർക്ക് ചെയ്യാം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അവിടെ പോയി അവന്റെ ഫ്ലാറ്റിൽ അടിഞ്ഞേക്കുക. അയാൾ പകല് ജോലിക്ക് പോകും, രാത്രി തിരിച്ചു വരും. ആ ഗ്യാപ്പിൽ നമ്മൾ എപ്പോഴൊന്നും ഒരു ഐഡിയ ഇല്ല, നമ്മൾ കുറെ കഥകൾ ആലോചിക്കുന്നു, എഴുതുന്നു. അപ്പൊ പെട്ടെന്ന് കോള് വരുന്നു. ഞാൻ അവിടുന്ന് നേരെ ട്രിവാൻഡ്രത്ത് വന്ന് ലഗേജ് എടുക്കുന്നു, നേരെ 22 ഫീമെയിൽ ലൊക്കേഷനിലെത്തുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ആരെയും അങ്ങനെ പരിചയമൊന്നുമില്ല. ആഷിഖേട്ടനൊന്നും ഞാൻ ജസ്റ്റ് ഒരു മുമ്പ് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അവിടെ ചെന്നിട്ടാണ് പോത്തണ്ണം പറയുന്നത്, എടാ ഇങ്ങനെയാണ് പരിപാടി, ഇങ്ങനെ കണ്ടിന്യൂറ്റി പോസ്റ്റ് നോക്കണം, ഇതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ഷോട്ട് ലൊക്കേഷൻ അങ്ങനൊന്നും എനിക്ക് ഓർമ്മയില്ല. രസമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ശരിക്കും ആ ഒരു സ്കൂൾ ഓഫ് പരിപാടി എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. സൗഹൃദങ്ങളുണ്ട്. പിന്നെ അവര് നമ്മൾ അതുവരെ ഒരു നാട്ടിൻ പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ സിനിമ കണ്ടും കേട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു അറിവാണ്. പക്ഷെ ഇവരോടൊപ്പം ട്രാവൽ ചെയ്യുന്നപ്പോഴാണ് സിനിമ കാണുന്ന രീതി മാറി, സിനിമയോടുള്ള കാഴ്ചപ്പാട് മാറി. പിന്നെ ഇത്രയും ബഹളവും അട്ടഹാസമൊന്നും ഇല്ലാതെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സിനിമ ചെയ്യാമെന്ന് മനസ്സിലായി. സാധാരണ ഞാൻ ആരെയും അങ്ങനെ ഇത് പറഞ്ഞതല്ല, ഭയങ്കര നമ്മൾ ഈ സ്റ്റാർ ആക്ഷൻ മറ്റേ പരിപാടി അത് ഭയങ്കര ഒരു ബഹളമയമായിരുന്നു. പക്ഷെ ഇവിടെ ആഷിഖേൻ്റെ അടുത്ത് ഇത്ര കൂളായിട്ട് എങ്ങനെ, ഭയങ്കര രസമായിട്ട്, അത് ടീം വർക്ക് കൂടെ ആണല്ലോ. നമ്മൾ ഭയങ്കര ഹാപ്പി ഗോയിങ് ആയിട്ടാണ് സിനിമ ആ ഒരു ശീലം അല്ലെങ്കിൽ അതൊക്കെ എനിക്ക് കിട്ടുന്ന അവിടെ നിന്നാണ്. പിന്നെ സിനിമ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നമ്മളെ ഗൈഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഈ ഡയറക്ടർ സിനിമകളിൽ നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ പോലൊരു ഫേവറേറ്റ് ചൂസ് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ അസിസ്റ്റ് ചെയ്തും അസോസിയേറ്റ് ചെയ്തും വർക്ക് ചെയ്ത സമയത്ത് ഈ സിനിമകളുടെ ഈ ഷൂട്ടിംഗ് മൊമെന്റുകളിൽ അങ്ങനെ പ്രിയപ്പെട്ട സിനിമ ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു ഇടുക്കി ഗോൾഡായിരിക്കും. എനിക്ക് ഇപ്പൊ ഞാൻ ആഷിഖേൻ്റെ അടുത്ത് ഒരിക്കൽ പറയുകയും ചെയ്തു, ചേട്ടാ ഒരിക്കൽ ഞാനിത് റീമേക്ക് ചെയ്യുന്നു എന്നുവെച്ചാൽ അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണ്. ആഷിഖേട്ടനും ആഗ്രഹമുണ്ട് അത് ഇനി ഒന്നുകൂടെ ചെയ്യണമെന്ന്. ഞങ്ങൾ പേഴ്സണൽ ടോക്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം അത് വേറൊരു പരിപാടിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അത് ആഷിഖേട്ടൻ വിചാരിച്ച ആ ഒരു പരിപാടിയിലോട്ട് എത്തിയിട്ടില്ല. അത് പല സാഹചര്യങ്ങളുണ്ട്, നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണത്. പലർക്കും ഭയങ്കര പേഴ്സണലി. അതെ 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 അതെ. എനിക്ക് തോന്നുന്നു ഇടുക്കി ഗോൾഡ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഒരു 50+ അല്ലെങ്കിൽ 60+ നമ്മളെയാണല്ലോ നമ്മൾ അവിടെ ചിന്തിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഈ നടൻ സംഭവത്തിൽ വരികയാണെങ്കിൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വേണ്ടി പറഞ്ഞു, ഇവരുടെ എല്ലാം ഈ വേർബൽ എക്സ്ചേഞ്ചുകൾ, ഇതിന്റെ കോറിയോഗ്രഫി, പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ജോണി ആൻഡ് ചേട്ടൻ അവിടെ കസാറിലിരിക്കുന്നു, മുന്നിൽ ലിജോ മോളോ ബിജുചേട്ടൻ ആരെങ്കിലും ഇരിക്കുന്നു, തൊട്ടപ്പോൾ ഇത്രയും പോലീസുകാർ നിൽക്കുന്നുണ്ട്, ഇവരുടെ എല്ലാം ഈ ക്യാമറ പോകുന്നുണ്ട്, റിപ്പീറ്റഡ് ഷോട്ട്സ് വരാൻ പാടില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേർബൽ എക്സ്ചേഞ്ചുകൾ. ഇതിന്റെ ഡിസൈൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്പേസിന്റെ കൺസ്ട്രെയിൻ ഉണ്ട്, അതിനപ്പുറത്തേക്ക് ഇവരെ കോറി ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു? നമ്മൾ ഇത് അധികം സിനിമാറ്റിക് ആക്കണ്ട എന്നൊരു കോൾ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ DOP ആയിട്ട് സംസാരിക്കുമ്പോഴും മൊത്തത്തിലൊരു ട്രീറ്റ്മെന്റ്, ഇപ്പം കോളനി എപ്പിസോഡിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും പോലീസ് സ്റ്റേഷനാണെങ്കിലും നമ്മൾ കൂട്ടത്തിൽ ഒരാൾ കാണുന്നത് പോലെ വർക്ക് ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. ഒരു ഐ വിറ്റ്നസിനെ പോലെ. ശരിക്കും നമ്മൾ ക്യാമറ ഒരിക്കലും അങ്ങനെ സ്റ്റാൻഡിൽ വെച്ച് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ സുരാജ് ചേട്ടനും ജോണി ചേട്ടനും സുധി എല്ലാവരും നിൽക്കുന്ന മൊമെന്റിൽ ഇപ്പുറത്തെ ഒരു പരാതിക്കാരനോ അല്ലെങ്കിൽ വെറുതെ ചായ കൊണ്ടുവരുന്ന ഒരാളോ നോക്കുമ്പോൾ കാണുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ചില ഏരിയയിൽ ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഞാനത് അങ്ങനെ തന്നെ വിട്ടു. കാരണം റിയൽ ലൈഫിലും അങ്ങനെ ആവാമല്ലോ. സ്റ്റേഷനിൽ ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു SIയുടെ റൂം എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ. അവിടെ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് 7-8 പേര് വരുമ്പോൾ അങ്ങനെ കൂടിയേ നിൽക്കും. പക്ഷെ നമ്മളത് എല്ലാവരുടെ റിയാക്ഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമ്മളിത് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയാം പ്രേക്ഷകർക്ക്, പക്ഷെ അവരെന്താണ്, കാരണം ഈ സിനിമ മൊത്തത്തിൽ ശ്രദ്ധിച്ച് അറിയാം, റിയാക്ഷൻസിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. കാരണം ഓരോ കാര്യങ്ങൾ, ഇപ്പം സുധിയുടെ ക്യാരക്ടർ
1 by 1 മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചെറിയ റിയാക്ഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇപ്പം എനിക്ക് ഒരു സിനിമ റിലീസിന് മുന്നേ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഈ വൈഡ് പോപ്പുലാരിറ്റി ഒക്കെ റീസൺ ആവുന്നത് ഇതിൻ്റെതായി വരുന്ന ക്രിയേറ്റീവ്സിലാണല്ലോ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു റിലീസിന് മുന്നേ ഇറക്കിയ ഒരു റീൽ ഉണ്ടായിരുന്നല്ലോ, ആ രാത്രി നടന്ന സംഭവം എന്താന്നുള്ളത്. ഇത്ര ഐഡിയാസ് ഇത് വർക്ക്ഔട്ട് ചെയ്തെടുക്കണം, ആളുകൾ കണക്ട് ആയാലാണല്ലോ ഇത് ഷെയർ പോകുന്നത്, റീച്ച് പോകുന്നത്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ്, ടൈറ്റിൽ പോസ്റ്റർ വന്നത്, അതിലെ ഡിസൈൻ കാര്യങ്ങള്, ഇതിന്റെ എല്ലാം ഒരു ബേസ് തോട്ടും ഇതിന്റെ എക്സിക്യൂഷൻ പ്ലാനൊക്കെ എങ്ങനെയായിരുന്നു? ഇത് ഇപ്പം നമ്മുടെ ഉണ്ണിയാണ് ചെയ്തത്, സീറോ ഉണ്ണിയാണ് അത് ചെയ്തത്. നമ്മളിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, പിന്നെ ഈ പറയുന്നതിൻ്റെ കൂട്ട് കഥയുടെ ഒരു സ്വഭാവവും കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ റൈറ്ററുടെയും സുഹൃത്താണ് ഉണ്ണി. അപ്പോൾ അവർ നേരത്തെ തന്നെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളും ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഉണ്ണിയുടെയും ആ ഒരു പരിപാടിയിൽ കിട്ടിയൊരു ഡിസൈനാണ്. നമുക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ ചെവി ആണെങ്കിലും CCTV ആണെങ്കിലും അത് സബ്ജക്റ്റിനോട് അടുത്ത് നിന്ന് ആലോചിച്ചിട്ട് കിട്ടിയ ഒരു രസമുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഈ ബാക്കി ചെറിയ ഇപ്പം നമ്മളിപ്പോൾ ലൊക്കേഷനിൽ നടന്ന സംഭവം പരിപാടി, ഇപ്പം അനൂപേട്ടൻ നമ്മുടെ പ്രൊഡ്യൂസർ, അദ്ദേഹമൊക്കെ ഭയങ്കര രസകരമായിട്ട് ഉള്ളൊരു മൊമെന്റ് ആയിരുന്നു ലൊക്കേഷനിൽ. അപ്പം അത് ക്യാപ്ചർ ചെയ്താൽ നമുക്ക് നാളെ ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ചെയ്തത്. ഒരു വൈബായിരുന്നു, അതൊരു ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാം പകുതിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും എനിക്കുണ്ടായ കൺഫ്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ സിനിമ ഇടയ്ക്കിടയ്ക്ക് ഇവർ ബൗൺസ് ചെയ്യുന്ന പോലെ കോറിൽ നിന്ന് ഇവൻ മറ്റ് കേസുകൾ കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ബൗൺസ് ചെയ്യുന്ന പോലെ തോന്നിയിരുന്നു. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ ഫോക്കസ് ചിലപ്പോൾ ഇതിലോട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആയ മൊമെന്റുകളുണ്ടായിരുന്നു, 1-2 മൊമെന്റുകളിൽ ഇങ്ങനെ ബൗൺസിങ് ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ഈ പറഞ്ഞ പോലെ എഴുത്തിലോ അല്ലെങ്കിൽ ഇതിനൊരു ഔട്ട് കാണുന്ന സമയത്തോ വിഷ്ണു അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു ഇത്രയും കേസുകൾ ഇതിലൊരു പാരലൽ നറേറ്റീവ് പോലെ കുറച്ച് കേസുകൾ വരുന്നു? സ്റ്റേഷൻ ലൈവ് ആക്കാനാണ്, സ്റ്റേഷൻ നമുക്കറിയണം, സ്റ്റേഷൻ ഇത് മാത്രമല്ല അടുത്ത കേസ് എന്നെല്ലാം അറിയാം. സ്റ്റിൽ അതിൽ എനിക്കൊരു ചെറിയ കല്ലുകടി ഫീൽ ചെയ്തിരുന്നു. വിഷ്ണുവിന് ഇതിന്റെ ഈ പറഞ്ഞ സെറ്റിങ്ങിൽ എന്താ പറയാനുള്ളത്? അത് ആക്ച്വലി നമ്മളിപ്പം സ്ക്രിപ്റ്റിൻ്റെ പ്രോസസ്സിലൊക്കെ കുറച്ചധികം സീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഈ ഒരു അതിൻ്റെ ഒരു ഫ്ലോയെ ബാധിക്കുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഷൂട്ടിന് മുമ്പേ തന്നെ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യുകയും കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ 1-2 ചെറിയ സീക്വൻസ് നമുക്കൊരു സ്റ്റേഷൻ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിനകത്ത് ഒരു ടൈമിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം. അത് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട 1-2 ചെറിയ കേസുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ കേസുകളിൽ പോലും നമ്മൾ ഭയങ്കര ലൈറ്റായിട്ട് എന്തൊക്കെയോ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് പലർക്കും കണക്റ്റ് ആവുന്നുമുണ്ട്. കാരണം നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഒഴിവാക്കാവുന്നതൊക്കെ ഒഴിവാക്കിയിരുന്നു. പക്ഷേ ടെക്നിക്കലി 1-2 ആവശ്യങ്ങളുണ്ട് നമുക്കവിടെ. അത് ശരിയാണ്, അത് കണ്ടു പോകുമ്പോൾ ചിലപ്പോൾ അത് കണക്റ്റ് ആവണമെന്നില്ല. പക്ഷേ നമുക്ക് ടൈമിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് സമയം കൊടുത്തിട്ട് ഒരു ബ്രീത്തിങ് സ്പേസ് ഇട്ടിട്ട് കയറണമെന്ന് തോന്നി. അങ്ങനെയൊക്കെ ഉള്ളൊരു നമുക്കിത് അറിയായിരുന്നു, ഇങ്ങനൊരു 1-2 സീക്വൻസ് നമുക്ക് അറിയാം. പക്ഷേ അല്ലെങ്കിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാലേ ഇത് ഈ കണ്ടന്റ് മാത്രം നമ്മളങ്ങ് കൊണ്ടുപോകും. അപ്പൊ ഒരു സ്റ്റേഷന്റെ ഒരു സ്വഭാവം കൂടെ കൊണ്ടുവരാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് കിട്ടുന്ന റിവ്യൂ ഇടുന്നായിരുന്നു കുറെ മെസ്സേജ്. ഫസ്റ്റ് കിട്ടുന്നത് ഇപ്പം നമ്മുടെ കുറെ ടെക്നീഷ്യന്മാര് വിളിച്ചു, ഫ്രണ്ട്സ് വിളിച്ചു. പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് നൽകി റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല. എന്നെ ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പടം കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമുണ്ട്, നമുക്ക് പലരെയൊക്കെ കണക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ സന്തോഷം, അത് നമുക്ക് സുഖമായി. പക്ഷെ എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ മോളുണ്ടായിരുന്നു, അവൾ 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ പടം കണ്ടിറങ്ങിയിട്ട് അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഞാൻ ശരിക്കും അങ്ങനെ ഒരു ഓപ്പൺ ഡിസ്കഷൻ മോളുമായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ എനിക്ക് അപ്പോൾ തിരിച്ച് കാറിൽ പോകുമ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്. കാരണം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, ഇത് എന്തിനാണ് മറച്ചു വെക്കുന്നത്? അത് ഓപ്പണായിട്ട് ഒരു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടാനില്ല. കാരണം ഇതൊരു തുടക്കമാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിനുണ്ടല്ലോ, ഇവര് സെക്സ് എഡ്യൂക്കേഷൻ സീരീസ് കണ്ടിട്ട് സ്റ്റോറിയിടും സ്റ്റേറ്റസിലും വീഡിയോ ഷെയർ ചെയ്യും. പക്ഷെ ഇത് എവിടെയും പ്രാക്ടിക്കൽ ആവുന്നില്ല, സംസാരിക്കുന്നില്ല. അതിൽ അവർക്ക് ഇപ്പോഴും പലർക്കും ഈ പറഞ്ഞ നാണം, മടി കാര്യങ്ങളല്ലാണ്ട് അവിടെ ഈ സിനിമ പറയുന്നതില് അതിന്റെ നീഡ് ഉണ്ട്, സിനിമ പറയണമെന്നുള്ളതുണ്ട്.
ഈ സബ്ജക്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഈ ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെയായിരിക്കും അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എപ്പോഴെങ്കിലും? കൺഫ്യൂഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഗൗരവമായിട്ടൊരു വിഷയം ഞാൻ പറയുന്നു എന്നുള്ള ആംഗിളേ നമ്മൾ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ഇതിനകത്ത് പറയുന്ന പല പോയിന്റുകളും നമുക്ക് കണക്റ്റ് ആവുന്ന പോയിന്റുകളാണ്. ഇപ്പം നമ്മൾ ആ സ്ക്രിപ്റ്റ് പ്രോസസ്സിലെല്ലാം തന്നെ ഇത് നമുക്ക് കണക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രേക്ഷകനാണല്ലോ, പ്രേക്ഷകർക്ക് കണക്റ്റ് ആവും എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയത്. പിന്നെ നമ്മൾ ഇപ്പോൾ പടം കണ്ടിട്ട് വരുന്ന റെസ്പോൺസ് ആണെങ്കിലും എല്ലാവരും പറയുന്നത് നമ്മൾ വേണ്ടത് കൃത്യം അളവിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. അപ്പം നമ്മളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. പക്ഷെ അത് അത്രത്തോളം ആൾക്കാർക്ക് കണക്റ്റ് ആകുമോ, നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ എത്തുമോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വരുന്ന കോൾസ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും എല്ലാവരും പറയുന്നത് അത് അരോചകം തോന്നിയിട്ടില്ല, അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. പറയേണ്ട ഒരു പോയിന്റ് പറഞ്ഞ് നമ്മൾ നീറ്റായിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് തുടക്കത്തിൽ സംസാരിച്ച പോലെ ഈ കാണുന്നവർക്ക് ഇതൊരു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊന്നും ആവരുത്. അതെ അതെ അതെ. ഇത് ആക്സെപ്റ്റ് ചെയ്യാത്തവർക്ക് ഇനി ഇത് ആക്സെപ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് കൊടുക്കുകയും ഉറപ്പായിട്ടും. അതാണ് ഞാൻ പറഞ്ഞ അമ്മയുടെ ചേച്ചിയുടെ കോൾ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തന്നു, ഒരു ഭയങ്കര ഹാപ്പിനെസ് തന്നു എന്നുള്ളത്. അല്ല, എനിക്ക് സിനിമ കണ്ടപ്പോഴും ആ ഒരു ഈസിനെസ്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഈസിനെസ് സിനിമയിൽ ത്രൂ ഔട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടില്ലല്ലോ ഒന്നും. നമ്മളിപ്പോൾ അവരുടെ ടോക്ക്, കിച്ചണിലെ ടോക്ക് ആണെങ്കിൽ പോലും ഞാൻ ലിജോയോടും ആതിരയോടും പറഞ്ഞത്, നിങ്ങളൊരു ഫ്രണ്ടിനോട് ഭയങ്കര കാഷ്വലായിട്ട് പരമാവധി പ്രോപ്സ് യൂസ് ചെയ്യുക, വെറുതെ നിന്ന് ഡയലോഗ് പ്രസന്റ് ആക്ടിവിറ്റി അവർ കേക്ക് ചെയ്യാം, അതിന്റെ പ്രോസസ്സിൽ നിങ്ങൾ കാഷ്വലായിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ എന്നിട്ട് അത് ഒരുപാട് ഈ പറയുന്ന പല ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്തിട്ടാണ് ഞാനത് എഡിറ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഞാനിത് ഒരുപാട് ഷോട്ട് ഡിവൈഡ് ചെയ്യുകയും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫ്ലോ കട്ടായി പോകും. സോ ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തോളൂ, നമ്മൾ ക്യാപ്ചർ ചെയ്തോളാം. അങ്ങനെയാണ് അത്. കുറച്ച് സമയം എടുത്തു അത്. ഈ മറഡോണയുടെ റിലീസിന് ശേഷമുള്ള വിഷ്ണു, നടൻ സംഭവത്തിന്റെ റിലീസിന് ശേഷമുള്ള വിഷ്ണു ഭയങ്കര വ്യത്യാസം ഉണ്ടോ? അയ്യോ, അങ്ങനെ ചോദിച്ചു ഇല്ല, അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓരോ സിനിമ കഴിയുമ്പോഴും ഒരു വലിയൊരു പ്രോസസ്സിലൂടെ ആണല്ലോ കിടക്കുന്നത്. ഇപ്പം മറഡോണയിൽ നിന്ന് നമ്മൾ ആദ്യ സിനിമയാണ്, ഉത്തരവാദിത്തം കൂടുതലാണ്, പിന്നെ ഒരുപാട് അതൊരു വലിയ സിനിമയാണ്. അപ്പോൾ പക്ഷേ നമ്മളെല്ലാവരും ഒരു ഫ്രണ്ട്ലി, ഇപ്പോൾ ടൊവി ആണെങ്കിൽ നമ്മുടെ ടെക്നീഷ്യന്മാരെല്ലാവരും ഒരു സൗഹൃദമൊക്കെ ഉള്ളത് കൊണ്ട് ഹാപ്പി ആയിട്ട് അങ്ങ് പോയി. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഈ പറഞ്ഞ കൺജസ്റ്റഡ് ആയ ഏരിയയിൽ മറ്റിടത്ത് ടൊവിയും പട്ടിയും കുഞ്ഞും അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പഴുതുകളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. പക്ഷെ ഇവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെ ഇത് ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ബീച്ചേട്ടനും സുരാജ് ചേട്ടനും ഒരുപാട് പടം മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഈക്വൽ പരിപാടിയിൽ ആദ്യമായിട്ടാണ്. പിന്നെ അവരുടെ ഒരു സൗഹൃദവും കെമിസ്ട്രിയൊക്കെ നമുക്ക് ഭയങ്കര വർക്കായിട്ടുണ്ട്. ഓൺ ലൊക്കേഷനിലും ഫുൾ ചില്ലിങ് ആണല്ലോ. അങ്ങനെ ബീച്ചേട്ടൻ വന്നാൽ ചില്ലിങ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ തമാശയ്ക്ക് പറയും ചില്ലിനിടയിൽ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാന്നുള്ള ഐഡിയ, ഷൂട്ടിനിടയിലുള്ള ചില്ലിങ് അല്ല. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇനി വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ, കാരണം ഈ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിൽക്കുമ്പോഴും, പിന്നെ ഞാൻ ഇപ്പം മറഡോണയിൽ ഇങ്ങനൊരു ഹ്യൂമർ സിറ്റുവേഷൻ ഞാൻ ആദ്യമായിട്ടാണ്. മീൻസ് ഇപ്പം മറഡോണ അങ്ങനല്ല, വേറെ തരം ഫീൽ ഗുഡ് ആക്ഷൻ പരിപാടിയാണ്. ഇത് രസമാണ്. ടോവിയെ ഫോളോ ചെയ്യുമ്പോഴേ അതിലൊരു നെഗറ്റിവിറ്റി ഇത്. പിന്നെ ഈ എല്ലാവരും നമ്മളിപ്പം ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഓഡീഷനിലൂടെയാണ് എടുത്തത്. സോ അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവരെ പെർഫോം ചെയ്യാൻ വിടുക എന്നുള്ളതായിരുന്നു നമ്മളെടുത്ത കോൾ. അല്ലാതെ ഞാനൊരു ഫ്രെയിമിലേക്ക് അവരെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അവർക്കും അവരുടേതായൊരു ഫ്രീഡം കിട്ടിയെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും ഒരു ലൊക്കേഷനിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേ എല്ലാവരും കമ്പനിയായി. ഇപ്പൊ നമ്മുടെ കോളനിയിലെ ലേഡീസ് ആണെങ്കിലും പോലീസ് സ്റ്റേഷനിലെ കള്ളന്മാരും പോലീസുകാരും എല്ലാം ഒരു സ്ഥലത്താണ്. അപ്പൊ ആ ഒരു വൈബ് വർക്കായിട്ടുണ്ട്. ഈ പലപ്പോഴും പല ഡയറക്ടേഴ്സ് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂലൊക്കെ പോയിരിക്കുമ്പോൾ ചിലർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ചിലർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ മോസ്റ്റ് ഇൻസ്പയർഡ് ഫിലിം മേക്കർ എന്നുള്ളതായിരിക്കും. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരാളെ വെച്ച് പറയാൻ പറ്റും, അല്ലാതെ കുറേ പേരുള്ളത് ആരെ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ടാവും. വിഷ്ണുവിന് അങ്ങനെ എങ്ങനെയാണ്? ഒരുപാട് പേരാണോ, ഒരാളാണോ, അതാരാണ്? എനിക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഇല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സിനിമകളാണല്ലോ ഉള്ളത്. ഇപ്പം നല്ല ഫിലിം മേക്കേഴ്സ് മോശം സിനിമകളും ചെയ്തിട്ടുണ്ട്. സോ എന്നെ എപ്പോഴും സിനിമകളാണ് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്.
പക്ഷേ ഈ പറഞ്ഞിട്ട് ഒരാളെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കുഴഞ്ഞു പോകും. കാരണം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. പല ജോൺറെ പല സിനിമകൾ. അതാണ് അപ്പോൾ അത് നമുക്ക് ചില സിനിമകൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. അപ്പം നമുക്കതുകൊണ്ട് അങ്ങനത്തെ വ്യക്തിയിൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ ഡയറക്ടേഴ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്റ്റഡി ചെയ്യുന്നുണ്ട് പല സിനിമകളും. അതുകൊണ്ട് ഒന്നായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കാലയളവിൽ 2024 തുടക്കം മുതൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ സിനിമയുടെ മാറ്റം, ഓഡിയൻസിന്റെ മാറ്റം, ഭയങ്കരമായ ബ്രേക്ക് ത്രൂ കളക്ഷൻ റെക്കോർഡുകൾ, ഏത് കോണ്ടന്റിനും ഇവിടെ ആക്സെപ്റ്റബിലിറ്റി ഉണ്ട്, ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ ഈ പറഞ്ഞ സിനിമ ഐഡിയകളിലൊക്കെ ഇനി ഇപ്പം ചെയ്യണമെന്ന് തോന്നുന്നതിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ട്രൈ ചെയ്യണം തോന്നുന്ന അങ്ങനെ ഒരു ജോൺറ ഉണ്ടോ? ഒരു പുതിയ എന്തെങ്കിലും അങ്ങനത്തെ ഒരു ഐഡിയ, പ്ലാൻ, കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ? അല്ല, അങ്ങനെ ഒരു പർട്ടിക്കുലർ ജോണർ എനിക്കിവിടെ ട്രൈ ചെയ്യണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പം നമ്മൾക്ക് എല്ലാത്തരം സിനിമകളും വർക്കാവുകയാണെങ്കിൽ ഇവിടെ ആൾക്കാർ, ജനങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളാണെങ്കിലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇത് കൊള്ളാലോ, ഇത് ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും, അങ്ങനെ മുന്നോട്ട് പോകുന്ന പരിപാടിയാണ്. അങ്ങനെ പർട്ടിക്കുലർ ജോണറിലൊരു സിനിമ എന്നുള്ളതല്ല. ഇപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിച്ച കുറച്ച് കഥകളുണ്ട്. അപ്പം അത് പല സ്റ്റേജിലായിട്ട് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ആയിട്ടും ഇനി അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ്. അതെ. എന്തായാലും എല്ലാവിധ ആശംസകളും നടൻ സംഭവത്തിന് വരാൻ പോകുന്ന എല്ലാ സിനിമകൾക്കും. താങ്ക് യു.